തന്തപ്പടി പോയിട്ട് മുരുകനെ കണ്ടില്ലെന്ന് വെച്ച് കാര്യം ഇങ്ങനെ നിസ്സാരമായിട്ട് തള്ളാൻ പറ്റില്ല. ആ പണ്ട നാളെയോ മറ്റോ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നുണ്ടോ? അപ്പൊ പിന്നെന്ത് ചെയ്യും? ഉള്ള കാര്യം നമുക്ക് തുറന്നു പറയാം. എന്താ? എന്നാലും ഇത്ര പെട്ടെന്ന് തന്നെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോരല്ല. നിനക്കറിയാലോ, എനിക്കും ഇല്ല അച്ഛനും അമ്മയും ചേട്ടനും അല്ല. അവരോടും കൂടി ഒന്ന് ആലോചിക്കാതെ എന്തായാലും എനിക്ക് കുറച്ച് സമയം വേണം. നിന്റെ സമയം ശരിയാകുമ്പോഴേക്കും ആ പെണ്ണെ വേറെ ആമ്പിള്ളേര് കൊണ്ടുപോകും. പിന്നെ അണ്ടി പോയ അണ്ണാനെപ്പോലെ നിൽക്കേണ്ടി വരും. എന്നാലും എന്റെ രാധി, നിന്റെ ധൈര്യം സമ്മതിച്ചിരിക്കുന്നു. ഞാനെങ്ങാനും ആയിരുന്നെങ്കിൽ എന്റെ അമ്മയെ എനിക്കത് ആലോചിക്കാനേ വയ്യ. നീയോ ആരെങ്കിലും പ്രേമിച്ച് നോക്ക്, അപ്പൊ അറിയാം അതിന്റെ ഒരു സുഖം. അയ്യോ, എനിക്കതിനുള്ള ധൈര്യമൊന്നുമില്ല. നീ പ്രേമിച്ച് നോക്ക്, അപ്പൊ ധൈര്യം താനെ വന്നോളൂ. എന്താ നോക്കുന്നോ? പാവം. പാവോ? ആര് പാവം? അല്ല, ഞാൻ മുരുകനെ കുറിച്ച് പറഞ്ഞതാ. ഇനിയിപ്പോ മുരുകൻ ചേട്ടൻ വന്നാൽ എന്റെ അപ്പനെ കിട്ടും. ഉണ്ണി, എന്താ ഉണ്ണി ഒരു വെപ്രാളം? ആദ്യമായിട്ട് കാണുന്നത് പോലെ. ഏയ് ഒന്നുമില്ല, ഞാൻ പുറത്തേക്ക് ഇറങ്ങായിരുന്നു. ചേച്ചി എന്തിനാ വന്നത്? ഇന്ന് എന്റെ പിറന്നാളാ. അമ്പലത്തിൽ പോയി വരുന്ന വഴിയാ. അപ്പൊ പിന്നെ ഉണ്ണിയെ കണ്ടിട്ട് പോവാന്ന് കരുതി. ഈ പായസം ഉണ്ണിക്ക് തരികയും ചെയ്യാം. താങ്ക്സ് ചേച്ചി, ഞാൻ പിന്നീട് ഒന്ന് കഴിച്ചോളാം. അതെന്താ ഉണ്ണി, എന്തോ ഒരു പരിഭവം? ഞാൻ വന്നത് ഇഷ്ടമായില്ലേ? സത്യം പറഞ്ഞാൽ ഉണ്ണിയെ കാണാതെ. അയ്യോ അതെന്താ, ഞാൻ കടയിലോട്ട് വരാറുണ്ടല്ലോ. വരണം, എപ്പോഴും വരണം. അതാണ് എന്റെ ആഗ്രഹം. ചേച്ചി എന്നാ നമുക്ക് ഇറങ്ങാം. അപ്പോ ഉണ്ണിക്ക് എന്നോട് സ്നേഹമില്ലേ? ഉണ്ട്, സ്വന്തം കൂടപ്പുറപ്പിനോടെന്ന പോലെ. എനിക്ക് അങ്ങനെ കാണാൻ കഴിയും. പ്ലീസ് ചേച്ചി ഇപ്പൊ പോണം, എനിക്ക് ജോലിക്ക് പോകാനുള്ളതാ. ഇതിലുള്ളതിലും നല്ല നോവലാ, വായിച്ചു നോക്ക്. അവര് എന്നെ കാണാൻ വന്നതാ. അഖില ലോക തൊഴിലാളി വിമോചന മുന്നണി ഫെഡറേഷന്റെ സംസ്ഥാന ലോക്കൽ കമ്മിറ്റി സണ്ണി, നമസ്കാരം. അല്ല, ഈ പോസ്റ്റ്മാൻ ഉണ്ണികൃഷ്ണൻ? ഉണ്ണികൃഷ്ണൻ? അയ്യോ, ഞങ്ങൾ ക്ലോസ് ഫ്രണ്ട്സ് അല്ലേ. എന്താ വല്ല കത്തോ മണിയോടോ? അതല്ല, ഞാൻ ഉണ്ണിയുടെ ചേട്ടനാണ്. ഇത് അച്ഛൻ, ഇത് അളിയൻ. ഞങ്ങൾക്ക് ഇപ്പൊ നാട്ടിൽ നിന്ന് വരികയല്ലേ? വിശേഷിച്ചു വല്ലതും? ആ, വിശേഷങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഉണ്ട് വിശേഷങ്ങള്. ഞങ്ങൾക്ക് അവനെ ഒന്ന് കാണണമല്ലോ. ഇവിടെ അടുത്താ, ഞാൻ കാണിച്ചു തരാം. വാ, ഇപ്പൊ വരാം കേട്ടാ. ചാച്ചാ പുറകെ കളയണ്ട. കുട്ടി ഉണ്ണി തന്ന കത്ത. ഉണ്ണിക്ക് എന്ത് പറ്റി? ഉണ്ണിയെ അവന്റെ അച്ഛനും ആൾക്കാരും വന്ന് നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി.
ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ്. ബാത് പിടിക്കടുമാ? വേണ്ട, എന്നെ പിടിക്കണം. ആഹാ. ഞാൻ തന്നെ നടന്നോളാം. എന്റെ ഭാര്യ എന്നെ കാത്തിരിക്കുക. വരുന്നു. ഇതാരാണ് ഇവിടെ പാല് കിട്ടെ? ഞാൻ അങ്ങോട്ട് പോകുമ്പോ ഇല്ലാതെ. എന്താ കാരണേ? നാണപ്പച്ചേട്ടൻ കാത്ത് ഇത്ര നേരം ഇവിടെ നിൽക്കുമായിരുന്നു. ഞാൻ എത്തിയില്ലേ? എന്നെ നോക്ക്, നമുക്കൊന്ന് ആഘോഷിക്കണം. നീ തൃശ്ശൂർ പൂരം കണ്ടിട്ടുണ്ടോ? അവിടുത്തെ വെടിക്കെട്ട് കണ്ടിട്ടുണ്ടോ? നാണപ്പച്ചേട്ടൻ കാണിച്ചു തരാം. ഈ നാണപ്പച്ചേട്ടൻ കാണിച്ചു തരാം. നിന്റെ മോന്തൊക്കെ എന്നാണ് ഇത്ര കാട്ടി? വണ്ടി കിടന്ന് കണ്ടില്ലേ, 10-15 വർഷമായി ഞാൻ ഈ തൃശ്ശൂർ പൂരം വെടിക്കെട്ടും കാണാൻ തുടങ്ങിയിട്ട്. ഭർത്താവാണ് പോലും. ഒരു കുഞ്ഞിക്കാലി കാണാത്ത എന്താണെന്ന് അങ്ങേരോട് ചോദിക്കാൻ ഒരു പട്ടിയില്ല. കാർത്തിയാനി ചീത്തയാണെന്ന് പറയാനേ നാട്ടുകാരുള്ളൂ. എന്താടി നീ വന്നേ ചോദിച്ചാ നീ സത്യം പറയണം. അപ്പനില്ലാത്ത നേരം ഒരു ജനങ്ങാനും വന്നു. അപ്പൊ പിന്നെ ആരാ നിന്നെ ചതിച്ചവരാരാ? ആരാ നിന്നെ ചതിച്ചവരാരേ? നീ സത്യം പറഞ്ഞു നിന്നെ പുല്ലിയാണോ? ഭഗവാനെ
മുരുകൻ വന്നാ ഞാൻ ഇനി എന്ത് സമാധാനം പറയും? മുരുകനോട് ഞാൻ എന്ത് പറയും? ഇല്ലപ്പ, അപ്പന്റെ മുരുകൻ ഇനി വരില്ല, വരില്ല. എന്താടി എന്റെ മുരുകൻ മരിച്ചോ? അല്ലെങ്കിൽ അവൻ ആരെങ്കിലും കൊന്നോ? അവൻ കത്തയച്ചതല്ലേ? വരാന്ന് പറഞ്ഞതല്ലേ? എന്റെ പൊന്നുമക്കളെ, അപ്പനെ നീ ചതിക്കായിരുന്നല്ലേ മോളെ? എനിക്ക് കൊടുത്തയച്ച കത്ത. എന്റെ രാധേ, അച്ഛനും ചേട്ടനും വന്നു. ഞാൻ എന്റെ വീട്ടിലേക്ക് പോവുകയാ. തിരിച്ചു വരും. ഒരു കാര്യം പ്രത്യേകിച്ച് നിന്നെ അറിയിക്കുകയാണ്. മുരുകൻ ഒരിക്കലും വരില്ല. മുരുകൻ കത്തുകൾ അയച്ചിട്ടുമില്ല. മുരുകൻ്റേതായി വന്ന കത്തുകൾ ഞാൻ തന്നെ എഴുതി വിട്ടതാ. എന്നോട് ക്ഷമിക്കണം. നിന്നോട് തോന്നിയ സ്നേഹം അതിന് കാരണം. നിന്നിലേക്കും നിന്റെ വീട്ടിലേക്കും നിന്റെ മനസ്സിലേക്കും കടന്നു വരാൻ വേണ്ടി ഞാനൊരു ചെറിയ തെറ്റ് ചെയ്തു. മാപ്പ്, ഒരു 100 വട്ടം മാപ്പ്. കാത്തിരിക്കണം.